Hello students, so far we have been discussing the developments leading to Bohr's atom model. Okay, already we have learned the dual nature of electromagnetic radiation. Okay, we have learned that the electromagnetic spectrum consists of radiations of different wavelength and frequencies. These radiations can be separated and analyzed with an instrument called spectroscope. Okay? Spectroscope. ഈ സ്പെക്ട്രോസ്കോപ്പ് എന്ന ഈ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ റേഡിയേഷനെ സെപ്പറേറ്റ് ചെയ്യാനും ഫർദർ അനാലിസിസിന് വിധേയമാക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രിസം ഫോർ ദ ഡിസ്പേർഷൻ ഓഫ് റേഡിയേഷൻസ്. ഓക്കെ, അപ്പോൾ റേഡിയേഷനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി അവിടെ എന്തുണ്ട്, ഒരു പ്രിസമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് വിത്ത് എ ടെലസ്കോപ്പ് ടു എക്സാമിൻ ദീസ് റേഡിയേഷൻസ്. അപ്പോൾ നമുക്കറിയാം, റേഡിയേഷനെ ഒരു പ്രിസത്തിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പേർഷന് വിധേയമാകുന്നു. ഓക്കെ, ഡിസ്പേർഷൻ മീൻസ് വാട്ട്? The splitting of radiations. Okay. Then അവിടെ ഒരു ടെലസ്കോപ്പ് ഉണ്ട്, സ്പെക്ട്രോസ്കോപ്പ് എന്ന ഇൻസ്ട്രുമെന്റ്. ആ ഡിസ്പേർഷന് ശേഷമുള്ള റേഡിയേഷനെ അനലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ടെലസ്കോപ്പിന് പകരം ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദ ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് സ്പെക്ട്രോഗ്രാഫ്. Okay, yes, if the telescope is replaced by a photographic film, the instrument is known as spectrograph. Then the pattern of emitted radiations that is recorded on the photographic film is known as spectrum. അപ്പോൾ ഈ ഡിസ്പേർഷന് ശേഷമുള്ള റേഡിയേഷനെ ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് പതിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ പാറ്റേൺ ഓഫ് റേഡിയേഷനെയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. യെസ്. ദെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് റേഡിയേഷൻസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്, ദ സ്പെക്ട്ര broadly classified into two types. Okay, the spectra broadly classified into two types. അപ്പോൾ ഈ സ്പെക്ട്ര രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് എമിഷൻ സ്പെക്ട്ര ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് absorption spectra. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ എമിഷൻ സ്പെക്ട്ര ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ അബ്സോർപ്ഷൻ സ്പെക്ട്ര. നമ്പർ 1, എമിഷൻ സ്പെക്ട്ര. എപ്പോഴാണ് നിങ്ങൾ എമിഷൻ സ്പെക്ട്ര നോട്ടീസ് ചെയ്യുന്നത്? എമിഷൻ സ്പെക്ട്ര നോട്ടീസ് ചെയ്യണമെങ്കിൽ ഒരു സോഴ്സ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ആദ്യം ആ റേഡിയേഷനെ ഏതിൽ കൂടി പാസ് ചെയ്യണം? ഗ്ലാസ് പ്രിസത്തിൽ കൂടി പാസ് ചെയ്യണം. ഓക്കെ, എന്നിട്ടോ അതിനുശേഷം ഇതിനെ ഒന്നുകിൽ ആ സ്പെക്ട്രോസ്കോപ്പിൽ കൂടി ഉള്ള ടെലസ്കോപ്പിൽ കൂടി നോക്കുക,
അല്ലെങ്കിൽ അതിനൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എമിഷൻ സ്പെക്ട്ര ഈസ് നോട്ടീസ്ഡ് വെൻ റേഡിയേഷൻസ് emitted from a source passed through a prism and then received on the photographic plate. Then radiations can be emitted in a number of ways. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സോഴ്സ് റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. അപ്പോൾ റേഡിയേഷൻ എങ്ങനെയൊക്കെയാണ് എമിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആരൊക്കെയാണ് എമിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്പർ 1, ബൈ റേഡിയേഷൻസ്. എന്താണ് റേഡിയേഷൻസ് emitted from a sun or glowing electric bulb. ഒന്നുകിൽ റേഡിയേഷൻ സൺ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, അല്ലെങ്കിൽ ഗ്ലോയിങ് ഇലക്ട്രിക് ബൾബ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ട്യൂബിലുള്ള ഗ്യാസിൽ കൂടി എന്താണ് ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുമ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യണമെങ്കിൽ യെസ് ടു പാസ് ഇലക്ട്രിക് ഡിസ്ചാർജ് ത്രൂ എ ഗ്യാസ് അറ്റ് ലോ പ്രഷർ. നമ്പർ 3, ഒരു സബ്സ്റ്റൻസിനെ നിങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോഴും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. By heating a substance to high temperature. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിലൊക്കെ നിങ്ങൾക്ക് എമിഷൻ സ്പെക്ട്രം കിട്ടും. ഓക്കെ, അപ്പോൾ ദ എമിഷൻ സ്പെക്ട്ര ഈസ് ഓഫ് 2 types. There are 2 types of emission spectra. Yes, number 1, continuous spectra. Continuous spectra. Number 2, line emission spectra. ലൈൻ എമിഷൻ സ്പെക്ട്ര. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എമിഷൻ സ്പെക്ട്രയാണ് കണ്ടിന്യൂസ് സ്പെക്ട്ര. കണ്ടിന്യൂസ് സ്പെക്ട്ര. യെസ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് സ്പെക്ട്ര കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം യെസ് സൺലൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് ഇലക്ട്രിക് ബൾബ് എമിറ്റ് ചെയ്ത പുറത്തേക്ക് വിട്ട യെസ് വൈറ്റ് ലൈറ്റിനെ ഒരു സ്ലിറ്റ് സിസ്റ്റത്തിൽ കൂടി കടത്തി വിടുക. ഇതിൻ്റെ ആവശ്യം എന്താ? ടു ഗെറ്റ് നാരോ ബീം, നേർത്ത ബീം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ ഇതിനെ ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടി കടത്തി വിടുക. യെസ്, ഗ്ലാസ് പ്രിസത്തിൽ കൂടി കടത്തി വിടുക. അപ്പോൾ നമുക്കറിയാം ഇറ്റ് അണ്ടർഗോ ഡിസ്പേർഷൻ. യെസ്, ഓക്കെ, ഇറ്റ് അണ്ടർഗോ ഡിസ്പേർഷൻ. അപ്പോൾ ഇത് 7 കളേഴ്സ് ആയിട്ട് ഇതിന് സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നു. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 7 bands ഓഫ് കളേഴ്സ് കിട്ടി. 7 bands of colors. Yes, these 7 bands of colors can be noticed on the photographic plate. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കിട്ടുന്ന 7 colors, these colors are continuous മാനറിലാണ് കിട്ടുക ആൻഡ് ആർ ഓൾസോ ഓവർലാപ്പിംഗ് ഈച്ച് അതർ. ഓക്കെ, വയലറ്റിനോട് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഇൻഡിഗോയോട് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ബ്ലൂ, ദെൻ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. Therefore, this spectrum is known as continuous spectrum, and the splitting of light is known as dispersion. Okay, ഞാൻ ഒന്നുകൂടി ഞാൻ പറയുന്നു. continuous spectra, when sunlight or white light emitted from a glowing electric bulb is first passed through a slit and then through a glass prism, it
it splits into 7 bands of colors ranging from violet to red with GR. Okay, these 7 bands of colors can be noticed on the photographic plate. These colors are continuous and are also overlapping each other. Therefore, this spectrum is known as, this emission spectrum is known as continuous spectrum. The splitting of light is known as dispersion. Next important emission spectrum. ഇതാണ് നമുക്ക് ആവശ്യം. Line emission spectra or atomic spectra. Okay. ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Please listen here. ഞാനൊരു ബൺസൺ ബർണർ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ കളർ നമുക്കറിയാം ബ്ലൂയിഷ് കളറാണെന്നറിയാം. ഇതിൽ ഞാൻ ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ സോഡിയം ഹീറ്റ് ചെയ്തു. സോഡിയം എടുത്തിട്ട് ഞാനിവിടെ സോഡിയത്തെ ഹീറ്റ് ചെയ്തു. ഓക്കെ, യെസ്. വാട്ട് വിൽ യു ഒബ്സർവ്? The color of the flame become yellow. Okay, then sodium heat ചെയ്തപ്പോൾ the color of the flame become yellow. Okay, if you are heating potassium, the color of the flame become violet. Barium ആണെങ്കിൽ the color of the flame become pale green. Yes. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് എന്താ? സോഡിയമാണ്. യെസ്, സോഡിയത്തെ നമ്മൾ ഹീറ്റ് ചെയ്തു. അപ്പോൾ സോഡിയത്തെ ഹീറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സോഡിയം എമിറ്റ്സ് യെല്ലോ കളേർഡ് റേഡിയേഷൻസ്. ആക്ച്വലി ദിസ് ടെസ്റ്റ് ഈസ് കോൾഡ് ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, യെസ്, വൈ സോഡിയം എമിറ്റ്സ് റേഡിയേഷൻ or by potassium emits radiation നമുക്ക് നോക്കാം. യെസ്, ഹീറ്റിങ്ങിന് മുമ്പ് സോഡിയം ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നത് ലോവർ ഓർബിറ്റിലാണ് ഓർ ലോവർ എനർജി ലെവലിലാണ്. ഓക്കെ, നമുക്കതിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ബിഫോർ ഹീറ്റിംഗ്, ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ്, ലോവർ എനർജി സ്റ്റേറ്റ് ഈസ് കോൾഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ these electrons acquire energy, these electrons absorbs energy, and these electrons get excited. These excited electrons jump from lower energy level or lower orbit to higher orbit, higher energy level. Yes, this state is called excited state. Okay, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്താണ്? The electron is highly unstable. അപ്പോൾ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ വീണ്ടും ലോവർ എനർജി ലെവലിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഡ്യൂറിങ് ദാറ്റ് ടൈം ദിസ് ഇലക്ട്രോൺ എമിറ്റ്സ് some amount of radiation. Yes, some amount of radiation. Last class നമ്മൾ black body radiation ഒക്കെ പഠിച്ചതാണ്, last video. Yes, emits some sodium emits yellow colored radiation. Yes, then we can analyze this yellow colored the radiation emitted by that particular substance using the instrument, the help of the instrument spectroscope. Then in the case of sodium, we can observe yellow lines. That means some specific colored lines. Colored lines appear on the photographic plate, which are different for different substances. Okay. ഇവിടെ സോഡിയം എമിറ്റ് ചെയ്ത റേഡിയേഷനെ ഞാൻ പറഞ്ഞു നമ്മൾ സ്പെക്ട്രോസ്കോപ്പിൽ കൂടിയാണ് പാസ് ചെയ്തത്. അപ്പോൾ യെസ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്ലാസ് പ്രിസം. അപ്പോൾ എന്ത് ചെയ്തു? ഇറ്റ് അണ്ടർഗോ ഡിസ്പേർഷൻ. യെസ്, ആഫ്റ്റർ ഡിസ്പേർഷൻ എന്ത് ചെയ്യാം? യെസ്, വി ക്യാൻ പാസ് ദിസ് റേഡിയേഷൻ ഓൺ ദ photographic plate. Okay, and we can observe some specific colored lines
on the photographic plate. Okay, this the color of the lines and wavelength of the lines are different for different substance. Okay, that means when some volatile substance, substance heated with the help of Bunsen burner and then analyzed with the help of a spectroscope, some specific colored lines appear on the photographic plate which are different for different substance. Sodium heat sodium emits yellow colored radiation. Then yes, pass through a glass prism. It undergo dispersion. Okay, after dispersion, yes, so photographic plate yes, yes, in the case of sodium, please listen. Two yellow lines, bright lines, bright lines, okay, corresponding to wavelength 589 nanometer and about 589.6 nanometer. Okay, yes, these two lines can be noticed. Okay, for the case of sodium, we can observe two yellow lines corresponding to wavelength 589 nanometer and 589.6 nanometer. Yes, this line spectra is also called the atomic spectra. The atomic spectra is regarded as the fingerprint of elements. And the fingerprint, different different atoms, different elements in the atom case. Yes, lines in the color, wavelength, okay, yes, line emission spectra. Next type spectra is absorption spectra. Okay. എങ്ങനെയാണ് നമുക്കൊരു അബ്സോർപ്ഷൻ സ്പെക്ട്ര കിട്ടുന്നത്? ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിനെ ആ പർട്ടിക്കുലർ സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിനെ ആ പർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ വേപ്പേഴ്സിൽ കൂടി പാസ് ചെയ്യുക. ഓക്കെ, പാസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ സാമ്പിള് ആ സബ്സ്റ്റൻസിൻ്റെ വേപ്പർ ഈ ലൈറ്റിലെ വൈറ്റ് ലൈറ്റിലെ സം ഫ്രീക്വൻസിയുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. ബാക്കിയുള്ള അബ്സോർപ്ഷന് ശേഷമുള്ള റേഡിയേഷനെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഈ ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടി പാസ് ചെയ്യുക. അപ്പോൾ ഇറ്റ് അണ്ടർഗോ ഡിസ്പേർഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്പേർഷന് ശേഷമുള്ള റേഡിയേഷനെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാം, ഡാർക്ക് ലൈൻസ് കാണാം. യു കൻ ഒബ്സർവ് ഡാർക്ക് ലൈൻസ് സെപ്പറേറ്റഡ് ബൈ ഡാർക്ക് സ്പേസ്. You can observe dark lines separated by bright space. Dark lines separated by bright space. Okay, then yes, when sunlight or white light is passed through the vapors of a substance and the transmitted light is allowed to pass through a prism, dark lines separated by bright space is obtained. This spectrum is called absorption spectrum. Then very important point. This dark line appear exactly at the same position where the lines in the emission spectra appear. Okay? അതായത് എമിഷൻ സ്പെക്ട്രയിലെ ആ ബ്രൈറ്റ് ലൈനിൻ്റെ അതേ പൊസിഷനിലാണ് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണാൻ പറ്റുക. ഞാൻ എക്സാമ്പിൾ പറയാം. ഓക്കെ, നമുക്കറിയാം എമിഷൻ സ്പെക്ട്രം ഓഫ് സോഡിയം നേരത്തെ പറഞ്ഞു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് two yellow lines. The emission spectra of sodium consists of
two yellow lines, okay, two bright lines, bright yellow lines separated by dark space. ഇപ്പോൾ ബ്രൈറ്റ് ലൈൻ ആണ്, ഇടയിലുള്ള സ്പേസ് ഡാർക്ക് ആണ്. ഓക്കെ, bright yellow lines of wavelength എത്രയാണ്? 589 നാനോമീറ്റർ ആൻഡ് about 589.6 നാനോമീറ്റർ. ഓക്കെ, അതാണ് ദ എമിഷൻ സ്പെക്ട്രം ഓഫ് സോഡിയം. സോഡിയത്തിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൻ്റെ കേസിൽ ഈ യെല്ലോ ലൈനിൻ്റെ അതേ പൊസിഷനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഡാർക്ക് ലൈൻ കാണാൻ പറ്റും. അതേ അതേ വേവ് ലെങ്ത്തുള്ള ഇപ്പോൾ 589 നാനോമീറ്ററും 589.6 നാനോമീറ്ററുമുള്ള ഡാർക്ക് ലൈൻ കാണാൻ പറ്റും. ഓക്കെ, ഈ ഡാർക്ക് ലൈനിൻ്റെ ഇടയിലുള്ള സ്പേസ് ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസിൻ്റെ ആറ്റത്തിനും ഒരു എമിഷൻ സ്പെക്ട്രം ഉണ്ടാവും, അതുപോലെ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എമിഷൻ ലൈൻ സ്പെക്ട്രം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സബ്സ്റ്റൻസ് സോളിഡ് ആണെങ്കിൽ ഹീറ്റ് ചെയ്യുക, ഗ്യാസ് ആണെങ്കിൽ ഡിസ്ചാർജ് ട്യൂബിൽ എടുത്തിട്ട് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുക. ഈ രണ്ട് സമയത്തും എന്ത് ചെയ്യുന്നു? ആ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ എനർജി അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രോണുകൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക്, ഓക്കെ, ഹയർ സ്റ്റേറ്റ് മീൻസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു. ദീസ് ഇലക്ട്രോൺസ് വീണ്ടും ഏതെങ്കിലും ഒരു ലോവർ സ്റ്റേറ്റിലേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ സം ഫ്രീക്വൻസിയുള്ള റേഡിയേഷനെ എമിറ്റ് ചെയ്തു. ആ എമിറ്റ് ചെയ്ത റേഡിയേഷനെ ഗ്ലാസ് പ്രിസത്തിൽ കൂടി പാസ് ചെയ്തു. അപ്പോൾ ഇറ്റ് അണ്ടർഗോ ഡിസ്പേർഷൻ. അതിനുശേഷം അതിനെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് പതിപ്പിക്കുമ്പോൾ യെസ് യു ക്യാൻ ഒബ്സർവ് എന്താണ് specific colored lines having a definite wavelength or frequency. ഓക്കെ, അപ്പോൾ നേരെ മറിച്ച് അതേ സബ്സ്റ്റൻസിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ലൈറ്റിനെ, സൺലൈറ്റ് ഓർ വൈറ്റ് ലൈറ്റിനെ ആ സബ്സ്റ്റൻസിൻ്റെ വേപ്പേഴ്സിൽ കൂടി പാസ് ചെയ്യുക. അപ്പോൾ വേപ്പർ എന്ത് ചെയ്യും? യെസ്, ആ സബ്സ്റ്റൻസ് വേപ്പർ നമ്മൾ പാസ് ചെയ്ത ലൈറ്റിലെ സം ഫ്രീക്വൻസിയുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ള റേഡിയേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യും, പുറത്തേക്ക് വിടും. ഈ ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെ എന്ത് ചെയ്യുക? പാസ് ത്രൂ ദ പ്രിസം, ദെൻ ഫോട്ടോഗ്രാഫിക് ഫിലിം. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഒബ്സർവ് dark lines. Okay, dark lines are separated by a bright space. Okay, students, in my next video I will discuss very important topic from this chapter, line emission spectrum of hydrogen. Okay, goodbye, study well.